ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോവാണ്. എണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ്, കുളിക്കാൻ പോവാണ്. രാവിലെ തന്നെ നല്ല തണുപ്പാണ്, എനിക്ക് ഒന്നാമത് ജലദോഷമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഗൈസ് ഇവിടെ നല്ല വെയിലാണ്, നല്ല തണുപ്പുമാണ്, രണ്ടും കൂടെ ഉള്ളൊരു കാലാവസ്ഥയാണ്. ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഡ്രസ്സൊക്കെ കാണിക്കാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. ഗായ്സ്, അപ്പം നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ടോപ്പ്. ഒരു സ്കൈ ബ്ലൂ കളർ ചെക്ക് വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷനാണ്. നോയുടെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കവിള് മൊത്തമായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ഇതായി കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിലൊക്കെ തേച്ച് വെച്ച് ഗായ്സ്. ഇനി നമ്മുടെ പരിപാടി സ്ക്രബ് ചെയ്ത് കളയുകയാണ്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നോയുടെ തന്നെ കോമ്പാക്റ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാം. കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇടുന്നത് ഐ ഷാഡോ ആണ്. നോയുടെ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 80 കളർ അവൈലബിളാണ്, നല്ല അവൈലബിളാണ്, വരുന്നുണ്ട് ടൈസ്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഐലൈനറാണ് എഴുതി കൊടുക്കുന്നത്. ഐലൈനറും എഴുതാം. ഞാൻ നല്ല നൈസിനാണ് എഴുതാൻ എപ്പോഴും നോക്കേണ്ടത്. ഇതുപോലെ നൈസിനാണ് എഴുതി നോക്കുക, ബട്ട് എപ്പോഴും അത് കട്ടിയായിട്ട് വരും. ഗൈസ്, എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞി കണ്ണാടി എടുത്ത് അപ്പുറത്തെ കണ്ണ് എഴുതിയപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഞാനൊന്ന് മാച്ചിട്ട് പിന്നെ ഞാൻ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണെഴുതൽ കഴിഞ്ഞ് പിന്നെ ഞാൻ തുമ്മി കഴിച്ചിട്ട് തുമ്മി. പിന്നെ നമ്മൾ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാജലും എഴുതി കൊടുത്ത് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് ഒരു ഭയങ്കര കട്ടിയുള്ള, അതായത് ഭയങ്കര ഡാർക്ക് കളറാണ്, ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ തന്നെ ചെറുതായിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കും, മാറ്റിയെടുക്കും. അപ്പോൾ അത് ലൈറ്റ് ആവും. അത് എനിക്ക് മൊബൈലിലൊക്കെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനിട്ട് കുഞ്ഞിക്കണ്ണാടി എടുത്ത്. പിന്നെ നമ്മുടെ പരിപാടി മുടി ഈക്കലാണ്. എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് മുടി ഈരലാണ്. ഞാൻ ചുമ്മാ ഈരി ഇട്ട് കൊടുക്കുന്നതുള്ളൂ കേട്ടോ, ചുമ്മാ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുടി ഈരുകയാണ്. നനഞ്ഞ മുടി കൊണ്ട് ഈരാൻ ഭയങ്കര പാട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എഴുതി കൊടുത്ത്. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഞാനൊരു വൈറ്റ് ബാഗിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ നയർ ബേബി എണീറ്റും. ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന അവൾക്ക് ഞാൻ ക്യാമറയും കൊണ്ട് ചിരിക്കണ്ട, ഇവിടുത്തെ പരിപാടിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. പിന്നെ അവൾ പോയി റെഡി ആയിട്ടൊക്കെ വന്ന് അവളുടെ ഡ്രസ്സിൻ്റെ വള്ളി ഉണ്ടല്ലോ സൈഡിൽ, അത് പിടിച്ച് വലിച്ച് പറിച്ചെടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ. ഭയങ്കരമായിട്ട് കിടന്ന് വലിക്കുകയാണ്, അതിന് വേണ്ടി കിടന്ന് കരയുകയാണ് അതിന് വേണ്ടി. കണ്ടോ, എല്ലാം വലിച്ച് പറിച്ചെടുത്ത് കരിഞ്ഞുള്ള മുഖത്തെ പൗഡറും പോയി. പിന്നെ അവളെ പാൻറ്റിൻ്റെ സ്റ്റിക്കറുണ്ട്, അതും കുറേ നേരം വലിച്ച്. പിന്നെയും അത് കിട്ടാതായപ്പം പിന്നെയും ഉടുപ്പിൻ്റെ വെളി വലിച്ച് അവിടെ എലാസ്റ്റിക്കിന് വലിഞ്ഞു പോയി കേട്ടോ. പിന്നെ അവളെ തിന്നാൻ വരെ നോക്കി. പിന്നെ മുത്തിറങ്ങി താഴ്ത്തോട്ടെ. പിന്നെ ഞാൻ റയാനും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഒരു റീലെടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖം വെയിലടിച്ചിട്ടാണ് തോന്നുന്നത് എങ്ങനെയോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഉമ്മ കൊടുത്തു. എല്ലാവരുടെ മുഖം അങ്ങനെ തന്നെ വെയിലടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ റയാൻ്റെ കയ്യിലോട്ട് കൊടുത്തു അവന്. പിന്നെ ഞാനൊരു ഡാൻസ് റീലും എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ പോത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്ന്. അപ്പോൾ ഞായറാടെ ഉടുപ്പൊക്കെ മാറ്റി അവൾക്ക് ചൂടെടുക്കാമെന്ന് പറഞ്ഞു. ഗൈസ്, എന്നാ പറയുക, അവൾ എന്താ ഇപ്പോൾ കളിക്കുന്നത്, എൻ്റെ ഷാളാണ് കിടന്ന് കളിക്കുന്നത്. ഇത്രയും കളിപ്പാട്ട് അവൾക്ക് ഇവിടെ കിടന്നിട്ട് അവൾക്ക് എൻ്റെ ഷാള് തന്നെ വേണം. അവൾക്ക് എനിക്ക് ഒരു ഡ്രംസ് ഉണ്ട്, ക്യാറ്റിൻ്റെ ഒരു ഡ്രംസ് ഉണ്ട്, അവളുടെ പൗഡറുണ്ട്, അവളുടെ പൗഡർ ടിന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവൾക്ക് എൻ്റെ ഷോൾ അതിട്ട് തലയിൽ കൂടെ ഒക്കെ ഇട്ട് മൂളാണ്. അപ്പോൾ ഗൈസ്, അവളുടെ ഷർട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കിടന്ന് കണ്ണ് മറയാണ്. അതിപ്പോൾ
ഗൈസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൾ മുഖം മൊത്തം മൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഗൈസ് അപ്പം നിങ്ങൾ കേട്ടല്ല എന്ത് ഒച്ചപ്പാടാണെന്ന്. പിന്നെ അവൾ തലകുത്തി മറിഞ്ഞ് കമന്ന് ഭയങ്കര. പിന്നെ ഞാൻ അവളെ കുറേ ഇക്കളിയൊക്കെ കൂട്ടി അവളുടെ കൂടെ കളിച്ച് കിടന്നിട്ടാ. അവളും ഭയങ്കരമായിട്ട് കളിച്ച്. പിന്നെ ഞാൻ അവളെ ഇരുത്തിയപ്പോൾ അതിനേക്കാൾ വലിയ ബഹളം. അത് നിങ്ങളൊന്ന് കേൾക്കട്ടാ. ബേബി ഗൈസ് കണ്ടോ, ഞാനത് മേടിച്ച് വെച്ച് എന്നിട്ട് അവൾ കാലത്തള്ള പറഞ്ഞു. എന്ത് കൊച്ചാണ് ഗൈസ് ഇത്. പിന്നെ നമ്മൾ അതിന് വേണ്ടി വഴക്കുണ്ടാക്കി. ഞാനത് മാറ്റി വെച്ച് പിന്നെയും കാലത്തള്ളയുടെ പുറകെ പോയി. എന്തോ ബഹളം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അപ്പുറത്തോട്ട് തലങ്ങാടിൻ്റെ അപ്പുറത്തോട്ട് ബെഡിൻ്റെ താഴത്തോട്ട് ചാടാൻ പോകുന്ന ഞാനത് പിടിച്ചു. പിന്നെ ഷാളിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഷാൾ അവസാനം കൊടുത്ത്. പിന്നെ അവൾ പൗഡർ ഇട്ടിൻ്റെ പുറകെ പോയി അതും കളിച്ച്. എന്ത് പറയുക, ഭയങ്കര ബഹളമായി കേട്ടോ. പിന്നെ അമ്മയൊക്കെ വന്ന് എടുത്ത്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി. പിന്നെ അവളെ കൊണ്ട് ഇരുത്തി. പിന്നെയും താഴത്തോട്ട് ചാടാൻ പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവളെ എടുത്ത് നിർത്തി. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറയാൻ പറഞ്ഞ്. അപ്പം അപ്പോൾ അവളെ മറ്റേലോട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉറക്കം വരാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. നേരെ ബേബി ടാറ്റ പറ. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. പിന്നെ അവൾ എണീറ്റപ്പം ഞങ്ങൾ ഡോബമേനിൽ പോയി ഒരു 3 ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന് അവളും കഴിച്ച്. ഐസ്ക്രീം പല്ലുള്ളതുകൊണ്ട് തന്നെ ഐസ്ക്രീം തണുപ്പ് കാരണം പല്ലങ്ങോട്ട് പൊളിക്കുകയാണ്. എനിക്ക് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവില്ല. ഭയങ്കര പൊളിച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറേ നേരം അവൾ കഴിച്ച്, ഞാനും കഴിച്ച്. പിന്നെ അപ്പോഴാണ് കേട്ടോ ബീഫും കൊണ്ട് വരുന്നത്. രാവിലെ ഞങ്ങളൊരു പത്തിരിയും ഇറച്ചിയും കഴിച്ച്. പിന്നെ ഞങ്ങൾ ബിങ്കോയും ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് വിശന്നില്ല. പിന്നെ അത്തച്ച് ബീഫ് ഫ്രൈ അടിക്കാനുള്ള അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് അരിഞ്ഞ് എടുത്ത്. പിന്നെ ഞാൻ ബീഫ് ഫ്രൈ അടിക്കുന്ന വീഡിയോ എടുത്തില്ല. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബീഫ് ഫ്രൈ. പിന്നെ ഞങ്ങൾ തേങ്ങാച്ചോറ് വെക്കുന്നുള്ളായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ബീഫ് എടുത്ത് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.